നമ്മുടെ പിന്നാണ മലയില്ലേ അത് കയറിയാലോ? അതെ, നമ്മൾ പോണ വഴി കണ്ടൊരു മലയെ നമ്മുടെ പിന്നില് കാണുന്നത് കറക്റ്റ് ആയിട്ട് വേണം കാണിച്ചു തരാം. അറ്റത്ത് കാണുന്നതാണ് കേട്ടാ. ഇന്നിവിടെ എന്താ ശ്രീകൃഷ്ണ ജയന്തി പരിപാടിയാണ് ഇവിടെ. ഇന്ന് ഇവിടെ നമ്മൾ അറിയണേ ഈ ശ്രീകൃഷ്ണ ജയന്തി നാട്ടിലത്തെ കുറച്ച് നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ ഓഗസ്റ്റ് 16 തീയതിയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം തമിഴ്നാട്ടില്. നമ്മുടെ നാട്ടിലത് സെപ്റ്റംബർ 14. നമ്മൾ കേരളത്തിൽ സെപ്റ്റംബറിലാണ്. അപ്പോ ഇതൊരു മറ്റേ കൃഷ്ണക്ഷേത്രം എന്നാ പറഞ്ഞത്. അതിന്റെ മുകളിൽ കയറി നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറയുന്ന 800ഓളം സ്റ്റെപ്പുകൾ കയറി മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് കേട്ടോ ഇന്ന് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോസിന്റെ തുടക്കം കാണാനായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വീഡിയോയുടെ തുടക്കത്തിൽ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് ശരിക്കും ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഇവിടെ അന്നത്തെ ദിവസം കുറെ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. കേറുന്ന വഴിയിൽ ഇതുപോലെ പശുവിന്റെ കഴുത്തിൽ കെട്ടുന്ന മണികളും ചരടും വെക്കുന്ന കുറെ കടകൾ കാണാൻ പറ്റും. നമ്മൾ കയറി ഏകദേശം ടോപ്പിലെത്തിയിട്ടാ. നമ്മള് ഉച്ച നേരത്തെ കയറിയത്. അവിടെ അത്യാവശ്യം നല്ല ക്ഷീണം, പക്ഷെ നല്ല കാറ്റാട്ടാ. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. ഈ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ കാഴ്ചകളും നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. താഴെ നിന്നും ഏകദേശം അരമണിക്കൂറിന് നമുക്ക് ഈ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് എത്താൻ പറ്റും. കയറി തുടങ്ങി കുറച്ച് സ്റ്റെപ്പുകൾ കഴിയുമ്പോൾ തന്നെ ഇതിന്റെ മുകളിൽ നിന്ന് കാഴ്ചകൾ കാണാനായിട്ട് അടിപൊളിയാണ്. ഈ ക്ഷേത്രത്തിൽ എത്താനായിട്ട് റോഡ് മാർഗമോ വേറെ ഒരു വഴിയില്ല. ഇവിടുത്തെ സ്റ്റെപ്പുകൾ കയറി മാത്രമേ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മളിവിടെ വന്നപ്പോ കണ്ട കാഴ്ച കേട്ടാ. പശുവാണ് തോന്നുന്നു. ഒരുപാട് പശുക്കുട്ടികൾ ഇതുപോലെ ഇവിടെ വരുന്ന ഭക്തരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പഴവും ചന്ദനത്തിനും കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ടാ. ഒരുപാടുണ്ട് ഇവിടെ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് തിരിച്ചിറങ്ങിയ സമയത്ത് തമിഴ്നാട് തന്നെ ദേശീയ ഭക്ഷണമായ കമ്പങ്ങനി നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ കിട്ടി. ഡിണ്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രം എന്തായാലും വിസിറ്റ് ചെയ്തോളൂ. ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ശനിയാഴ്ച ദിവസം വരെയായിരിക്കും ഏറ്റവും നല്ലത്. ശനിയാഴ്ച ദിവസങ്ങളിൽ ഡിണ്ടികളിൽ നിന്ന് പ്രത്യേകം ബസ് സർവീസുകളുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക്. കാലത്ത് 6 മണി തൊട്ട് 11 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെ നിങ്ങൾക്ക് ഇവിടേക്ക് വരാം. ഈ ക്ഷേത്രത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടാനായിട്ട് ഗൂഗിൾ മാപ്പിൽ അരിൽമിഗു ഗോപിനാഥ സ്വാമി ടെമ്പിൾ കാമാച്ചിപുരം റേഡിയോചത്രം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട. ഇതുപോലത്തെ പുതിയ വീഡിയോസിനായിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോളൂ.